റോസിൽ ഇതുപോലെ നിറയെ തളിരുകൾ വന്ന് പൂക്കളെല്ലാം ഉണ്ടാവുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് റോസിൻ്റെ തളിരുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇതുപോലെ ത്രിപ്സ് വന്ന് കയറുന്നത്. ഇതൊരു ബേസൽ ഷൂട്ടാണ്, പക്ഷേ ഇതിലൊരു ത്രിപ്സുകൾ അറ്റാക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണാം, സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അവയെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ത്രിപ്സിനെയെല്ലാം നമുക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് റോസിൽ നിന്ന് നശിപ്പിച്ചു കളയാം എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ റോസിൽ ഇതുപോലെ ബേസൽ ഷൂട്ടുകളും നിറയെ പുതിയ സൈഡ് ബ്രാഞ്ചസിൽ നിന്നെല്ലാം തളിരുകൾ വരുമ്പോൾ തന്നെ നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അവ പൂർണ്ണമായും നമ്മുടെ റോസിൽ നിന്ന് പോയി കിട്ടുകയുള്ളൂ. ഈ റോസിൻ്റെ ഈ ഷൂട്ടുകളെല്ലാം ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വന്നത് ഈ റോസിന് ഞാൻ ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമാണ്. ഇതിലെല്ലാം ത്രിപ്സിൻ്റെ അറ്റാക്ക് മുൻപ് വന്നതാണ്. അവയെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞ് പുതിയ മെഡിസിൻസ് ഇട്ട് കൊടുത്തതാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൂട്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിനു ശേഷം ഒരു ചെറിയ റോസ് ചെടിയിൽ വരുന്ന പുതിയ ഷൂട്ടുകളാണ്, അതും ബേസൽ ഷൂട്ടുകളാണ് വരുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ബേസൽ ഷൂട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അത് നല്ലൊരു മെഡിസിനാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതും. എല്ലാവരും ആ ഫെർട്ടിലൈസർ മേടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടും. നമുക്ക് ഇതുപോലെ ബേസൽ ഷൂട്ട് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ റോസ് ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. ബേസൽ ഷൂട്ട് എന്ന് പറയുന്നതിന് റോസിൻ്റെ ബാക്ക് ബോൺ എന്നാണ് പറയുന്നത്. അത് ഒരുപാട് ബ്രാഞ്ചസുകൾ ബേസലായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ റോസിൽ ഒരുപാട് പുതിയ കൂമ്പുകൾ ഉണ്ടായി അതിലെല്ലാം പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതാണ് ത്രിപ്സിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻസെക്ടിസൈഡാണിത്. സ്പിനോ 25 എന്ന് പറയുന്നതാണിത്. ഇതൊരു ബയോളജിക്കൽ ഇൻസെക്ടിസൈഡാണ്. നമ്മുടെ മണ്ണിലൊക്കെ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. വളരെ നല്ല റിസൾട്ടാണ് ഇതിനുള്ളത്. ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട്, അതായത് കോൺഫിഡോർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡാണ്. അതിന് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പിന്നീട് ചെയ്ത് കൊടുക്കുന്നത് ഈ സ്പിനോ 25 ആണ്. നല്ല റിസൾട്ടാണ് ഇതിനുള്ളത്. ഇതൊരു കോണ്ടാക്റ്റ് ഇൻസെക്ടിസൈഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തട്ടുന്ന ഭാഗത്തുള്ള ത്രിപ്സെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ഇതിപ്പോൾ 3 ലിറ്ററിൻ്റെ ഒരു ജാറാണത്. അതുകൊണ്ട് 3 ml എടുത്തിട്ടുണ്ട്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 3 ml എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സ്പ്രെഡ് വെൽ, അതായത് ഒരു സ്റ്റിക്കറാണ്, അത് സ്റ്റിക്കറായിട്ട് ആക്റ്റീവ് ചെയ്യണം. നമ്മൾ സാധാരണ റോസ് ചെടികളിലെല്ലാം ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പറ്റി പിടിച്ചിരിക്കാനായിട്ട് സോപ്പ് പോലെയുള്ള ലിക്വിഡെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിന് പകരമായിട്ട് പെട്ടെന്ന് നല്ല ഇലകളിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയും, അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഇൻസെക്ടിസൈഡ് നല്ല ആക്റ്റീവായിട്ട് ഇലകളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയും നമ്മൾ കൊടുക്കുന്നതാണ് ഈ റെഡ് വെൽ. പക്ഷേ ഇത് നമ്മൾ ലാസ്റ്റ് മാത്രമേ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം നമ്മുടെ ഇൻസെക്ടിസൈഡ് വെള്ളത്തിൽ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ സ്പ്രെഡ് വെല്ല് ചേർത്ത് കൊടുക്കുക. അതും 1 ലിറ്ററിന് 1 ml എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 0.5 ml എങ്കിലും 1 ലിറ്റർ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 3 ലിറ്ററിന് ഞാൻ ഏകദേശം 3 ml അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഡൈല്യൂട്ട് ചെയ്ത് ചെടികളിലെല്ലാം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ റോസിൻ്റെ ബഡ്സിലായിരിക്കും കൂടുതൽ ത്രിപ്സ് കയറിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാനായിട്ട് ആദ്യമേ ബഡ്സ് എല്ലാം നുള്ളിക്കളയുന്നത് നല്ലതാണ്. എന്നിട്ട് ലീഫിലെല്ലാം തളിച്ചു കൊടുക്കാം. അപ്പോൾ പുതിയ ഷൂട്ടുകളിൽ ഇരിക്കുന്നതെല്ലാം നശിച്ചു പോയിക്കോളും. പക്ഷേ ബഡ്സിൻ്റെ ഇടയിലിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഉള്ളിൽ പെട്ടത് നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ബഡ്സ് ആദ്യമേ നുള്ളിക്കളയാം. അതുകൊണ്ട് കുഴപ്പമില്ല, പുതിയ ഷൂട്ടുകൾ വരികയും ചെയ്യും. ഇതുകൊണ്ട് ഈ സ്പിനോ 25 മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഇത് സ്പൈഡർ മൈറ്റിന് നല്ല റിസൾട്ട് തരുന്നതാണ്. സ്പൈഡർ മൈറ്റ് ഉണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ത്രിപ്സിനോടൊപ്പം സ്പൈഡർ മൈറ്റും നശിച്ചു പോകുന്നതാണ്. വളരെ നല്ലൊരു ഇൻസെക്ടിസൈഡാണിത് സ്പിനോ 25 എന്നുള്ളത്. എല്ലാവർക്കും ത്രിപ്സിന് വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവാണ്. ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കാറ്റാനിയുടെയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്പിനോ 25. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.